ഇറ്റാച്ചി ഉച്ചിഹയുടെ പ്രൈം വെർഷൻ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. ഇറ്റാച്ചിക്ക് ഓൾറെഡി ഒരു ക്രോണിക്കൽനെസ് ഉണ്ട്. ഇറ്റാച്ചി തൻ്റെ ഫാമിലിനെയും ക്ലാൻ മെമ്പേഴ്സിനെ എല്ലാവരെയും കൊല്ലുന്നതുകൊണ്ട് ഒരു ഹ്യൂജ് ഡിപ്രഷനിലും ആൻസൈറ്റിയിലുമാവും. ഇത് കാരണം തന്നെ ഇറ്റാച്ചിയുടെ പവർ നല്ലതുപോലെ അഫക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിയുടെ പ്രൈമായിട്ട് ഈ ഒരു വെർഷൻ കൺസിഡർ ചെയ്യാൻ പറ്റൂല. ഇറ്റാച്ചിയുടെ പ്രൈം എത്ര പവർഫുൾ ആണെന്ന് നോക്കണമെങ്കിൽ ഇറ്റാച്ചിക്ക് ഏതൊരു ഇൽനെസ്സും ഇല്ലാത്ത വെർഷൻ എടുക്കണം. അതായിരിക്കും ഇറ്റാച്ചിയുടെ പ്രൈം വെർഷൻ. ആ ഒരു വെർഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റാച്ചിയുടെ ബേസ് ആദ്യമേ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇറ്റാച്ചിയുടെ പ്രൈം വെർഷൻ എത്ര പവർഫുൾ ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. തേർഡ് നിഞ്ച ഗ്രേറ്റ് വാർ നടക്കുമ്പോൾ ഇറ്റാച്ചി ഉച്ചിഹ തൻ്റെ അച്ഛനായ ഫുഗാക്കുവിൻ്റെ കൂടെ ആ ഒരു വാർ സൈറ്റിലോട്ട് പോകും. അവിടെ വെച്ച് ഒരു ഷിനോബി ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇറ്റാച്ചി ഓടിപ്പോയി വെള്ളം കൊടുക്കും. പക്ഷേ ആ ഒരു ഷിനോബി എനിമി വില്ലേജുകളാണ്. ഇറ്റാച്ചിനെ കണ്ട ഉടനെ തന്നെ ആ ഒരു ഷിനോബി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അവിടെ വെച്ചാണ് ഇറ്റാച്ചി സബ് കോൺഷ്യസ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്ത് ആ ഒരു എനിമീനെ കൊല്ലും. ഉറപ്പായിട്ടും ആ ഒരു ഷിനോബി വാറി ഫൈറ്റ് ചെയ്ത് വീക്കായിരുന്നു. എന്നാലും നോട്ടീസ് ചെയ്യേണ്ടത് ഇറ്റാച്ചി ഇത് ചെയ്തിരുന്നപ്പോൾ ഇറ്റാച്ചിയുടെ വയസ്സ് വെറും 4 മാത്രമായിരുന്നു. ഇറ്റാച്ചിയുടെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് ഇറ്റാച്ചിയുടെ റിയാക്ഷൻ ടൈമാണ്. ആ ഒരു വയസ്സിൽ തന്നെ ഇറ്റാച്ചി എത്ര ഫാസ്റ്റ് ആൻഡ് അജൈലാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഷരിങ്കൻ അൺലോക്ക് ചെയ്യുന്ന മുന്നേ ഉള്ള ഇറ്റാച്ചിയാണ്. അപ്പോൾ ഷാരിങ്കൻ അൺലോക്ക് ആയതിനു ശേഷം എത്ര മാസീവായിട്ട് ഈ ഒരു പവർ ഇൻക്രീസ് ആവുമെന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇറ്റാച്ചിയുടെ ഷരിങ്കൻ അൺലോക്ക് ആയതിനു ശേഷം ആദ്യമേ കാണിക്കുമ്പോൾ തന്നെ ഇറ്റാച്ചി 2 ടോമോയ് ഷരിങ്കനിലായിരിക്കും. ഇതിലെന്താണ് വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഇറ്റാച്ചി സിംഗിൾ ടോമോയ് ഷരിങ്കൻ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് തന്നെ 2 ടോമോയ് ഷരിങ്കൻ അൺലോക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇറ്റാച്ചി ഇനിയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഷാരിങ്കൻ മിറാക്കിളൊക്കെ ഒന്നുമല്ലെന്ന് തോന്നും. ഇറ്റാച്ചി ഒരു ഗെനിൻ ലെവൽ ഷിനോബി ആകുന്നതിന് മുന്നേ തന്നെ അക്കാഡമിക്സിൽ സെക്കൻഡ് ഹയസ്റ്റ് സ്കോർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിലുള്ള ഒരു ജീനിയസ് ആയിരുന്നു ഇറ്റാച്ചി ഉച്ചിഹ. ഇത് മാത്രമല്ല ചൂരിൻ എക്സാം നടക്കുന്ന സമയത്ത് ഇറ്റാച്ചി വേറെ ആരെയും ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്കായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അതിൽ തന്നെ ഫോറസ്റ്റ് ഓഫ് ഡെത്ത് മിഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലായിരുന്നു ഒറോച്ചിമാറുവിനെ ആദ്യമായിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മിഷൻ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തത് വേറെ ആരുമല്ല ഇറ്റാച്ചി തന്നെയാണ്. പിന്നീട് കുറേ കഴിഞ്ഞ് ഗാറയുടെ ടീം ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. എന്നാൽ പോലും ഇറ്റാച്ചി ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ചൂനിൻ എക്സാമിൻ്റെ ഫൈനൽ പേസിൽ ഇറ്റാച്ചി വേറൊരു ഓപ്പണൻറ്റിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും. ആ ഒരു ഫൈറ്റിൽ ഇറ്റാച്ചിയുടെ ഓപ്പണൻറ്റ് ഡീമൺ സ്ലെയർ വരുന്ന സെനിറ്റ്സുവിനെ പോലെ ഉറങ്ങിക്കൊണ്ടായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്ക് ആ ഒരു ഓപ്പണൻറ്റിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ആ ഒരു ഓപ്പണൻറ്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്ക് ഏതൊരു ഗെഞ്ചുത്സുവും യൂസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത്രയും ഒരു വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും ഇറ്റാച്ചി ഉച്ചിഹ പാനിക് ആയിട്ടോ അതേപോലെ തന്നെ സ്റ്റുപ്പിഡിറ്റി ആയിട്ടോ ഒന്നും ചെയ്തില്ല. ആ ഒരു ഓപ്പണൻറ്റ് കണ്ണടച്ചായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഓരോ ടൈം ഗ്യാപ്പിൽ കണ്ണൊന്ന് ചെറുതായിട്ട് തുറന്ന് ബാറ്റിൽ എങ്ങനെ പോകുന്നതെന്ന് അനലൈസ് ചെയ്യും. ആ ഒരു ടൈം ഇറ്റാച്ചി കറക്റ്റായിട്ട് യൂസ് ചെയ്യും. ആ ഒരു പയ്യൻ കണ്ണ് തുറന്ന സമയത്തെല്ലാം ഇറ്റാച്ചി ഒരു ഗെഞ്ചുത്സു കാസ്റ്റ് ചെയ്യും. ആ ഒരു ഗെഞ്ചുത്സുവിൽ അഫക്റ്റായ ആ ഒരു പയ്യന് പെതുക്കെ ആയിട്ട് മരിക്കുന്ന പോലെ ഫീൽ ആകും. ഇതേപോലുള്ള ഒരു ഇല്യൂഷന് ഇറ്റാച്ചി ആ ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കുമ്പോഴെല്ലാം യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ ഫൈറ്റിനിടയ്ക്ക് വെച്ച് തന്നെ മെൻ്റലി ഡിസ്റ്റർബായിട്ട് ഒരു സൈക്കോ പോലെ പെരുമാറാൻ തുടങ്ങും. എന്നിട്ട് ആ ഒരു ഫൈറ്റ് കിട്ടിയിട്ട് ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോകും. ഇതിലൂടെ മനസ്സിലാക്കാം ഇറ്റാച്ചി ഉച്ചിഹ കൊച്ചു വയസ്സിൽ തന്നെ എത്ര ജീനിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന്. ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നിരുന്ന മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ഇറ്റാച്ചിയിലൂടെ ഫൈറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ആ ഒരു മാച്ച് അല്ലെങ്കിൽ ചൂനിൻ എക്സാം തന്നെ ക്വിറ്റ് ചെയ്തിട്ട് പോകും. ഇതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. ഇറ്റാച്ചിക്കും ഷിസൂയിക്കും ഒരു 13 to 15 ഏജുള്ള സമയത്ത് മൊക്കായിക്കോ ഹിനാറ്റ എന്ന അൻബു ബ്ലാക്ക് ഓപ്സിൻ്റെ ഒരു ക്യാപ്റ്റനോട് ഫൈറ്റ് ചെയ്യും. ആ ഒരു ഷിനോബി അൻബു ബ്ലാക്ക് ഓപ്സ് മാത്രമല്ല ഒരു ബ്യാക്കുഗാൻ യൂസറും കൂടെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ക്യാപ്റ്റൻ ഷിസൂയി ഉച്ചിഹയുടെ ഗെഞ്ചുത്സുവിൽ അഫക്റ്റ് ആയതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ സൂസൈഡ് ചെയ്ത് മരിക്കും. ഈ ഒരു ഫൈറ്റിൽ ആ ഒരു ക്യാപ്റ്റനെ കൊന്നത് ഷിസൂയി ആണെങ്കിൽ പോലും ഇറ്റാച്ചി അവിടെ ഫൈറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഷിസൂയിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇറ്റാച്ചി ഒരു ആൻബു ക്യാപ്റ്റനെ തന്നെ 13 to 15 ഏജ് ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഹൊക്കാഗെ കഴിഞ്ഞിട്ടുള്ള വേറൊരു പവർഫുൾ പൊസിഷനാണ് ആൻബു ബ്ലാക്ക് ഓപ്പിൻ്റെ ക്യാപ്റ്റൻ പൊസിഷൻ. ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇറ്റാച്ചി ഒരു ബ്രില്യൻ മാത്രമല്ല അതേപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഷിനോബിയാണെന്നാണ്. അപ്പോൾ ഇറ്റാച്ചി ഇത്രയും സ്കിൽഡ് ആൻഡ് ജീനിയസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ തേർഡ് ഹൊക്കാഗെ ഹിർസൺ സെർട്ടോബിയും ഡാൻസോയും ഈ ഇറ്റാച്ചിയുടെ ഏജ് തന്നെ ചേഞ്ച് ചെയ്ത് വെറും 12 വയസ്സിൽ തന്നെ ആൻബു ബ്ലാക്ക് ഓപ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറ്റും. എന്നിട്ട് ആ ഒരു ടൈം പീരീഡിലാണ് ഉച്ചിയ ക്ലാനിൻ്റെ മാസക്കർ നടക്കുന്നത്. ഇറ്റാച്ചിക്കും അപ്പോൾ തന്നെ മാംഗേക്യു ഷെരിങ്കൻ അവേക്കനായിട്ടുണ്ടാവും. അത് ഷിസൂയി ഉച്ചിഹ മരിക്കുന്നത് നേരിട്ട് കൊണ്ടുകൊണ്ടാണ് ഇറ്റാച്ചിക്ക് ആ ഒരു മാംഗേക്യു ഷെരിങ്കൻ അവേക്കനായിരുന്നത്. ഇറ്റാച്ചിക്ക് മാംഗേക്യു ഷെരിങ്കൻ എന്ന ഒരു പവർഫുൾ എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉച്ചിയ ക്ലാൻ മാസക്കറിൻ്റെ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയും ഇറ്റാച്ചി അവിടെ യൂസ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ സൂസനോയും എവിടെയും അവേക്കൻ ചെയ്തിരുന്നില്ല. വേറൊരു സൈഡിൽ ഒബീറ്റോ ഇറ്റാച്ചിയുടെ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇറ്റാച്ചി
ആ ഒരു വില്ലേജിൽ ഉണ്ടായിരുന്ന മോസ്റ്റ് ഓഫ് ദ ഉച്ചിഹ ക്ലാൻ മെമ്പേഴ്സിനെയും ഒറ്റയ്ക്കായിരുന്നു ഫേസ് ചെയ്തിരുന്നത്. പക്ഷേ ഇറ്റാച്ചിയുടെ ഫാദർ ഫുക്കാക്കു ഉച്ചിഹ അവിടെ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു മാങ്കിക്കു ഷെരിങ്കൻ ബാറ്റിലായിട്ട് മാറിയേനെ. പക്ഷേ ഫുക്കാക്കു ഉച്ചിഹ അവിടെ അത് ചെയ്തിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് 12 വയസ്സുള്ള ഇറ്റാച്ചിൻ്റെ കൂടെ ഈക്വലിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഒരു പവർഫുൾ ഷിനോബി പോലും ഉച്ചിഹ ക്ലാനിൽ ഇല്ലെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ആൻഡ് ഇറ്റാച്ചി അവിടെ ആരും ഉറങ്ങുമ്പോഴല്ല അറ്റാക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് കിൽ നടന്നപ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി കാണും അവിടെ ഒരു ബാറ്റിൽ നടക്കുന്ന കാര്യം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഉച്ചിഹാസ് എല്ലാം മാങ്കിക്കു ഷെരിങ്കൻ എബിലിറ്റി യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇറ്റാച്ചി അവരെ എല്ലാവരും കൊല്ലും. അതിനുശേഷമാണ് ഇറ്റാച്ചി അക്കാട്സുക്കി എന്നൊരു ടീമിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് വെറും 16 വയസ്സുള്ളപ്പോൾ തന്നെ ലെജൻഡറി സാനിനായ ഒറോച്ചിമാരുടെ അവിടെ ഫൈറ്റ് ചെയ്യും. എന്നിട്ട് ഒറോച്ചിമാറിനെ ഡിഫീറ്റും ചെയ്യും. ആ ഒരു ടൈമിൽ ഒറോച്ചിമാറു തന്റെ പ്രൈമിലായിരുന്നു. ഇതൊന്നും തന്നെ ഇറ്റാച്ചിക്ക് ബോധർ ചെയ്തില്ല. അതിനുശേഷം തേർഡ് ഹൊക്കാഗെ ഹിറുസൻ സറുട്ടോബി മരിച്ചതിന് ശേഷം ഇറ്റാച്ചി ഉച്ചിഹ ഹിഡൻ ലീഫ് വില്ലേജിലോട്ട് പോകും. ആ ഒരു ടൈമിൽ ഡാൻസോ ഇറ്റാച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇറ്റാച്ചിക്കും അറിയാം. എന്നിട്ട് ഇതൊന്നും വലിയ കാര്യമാക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഹിഡൻ ലീഫ് വില്ലേജിലോട്ട് ഇറ്റാച്ചി പോകും. അപ്പോൾ അവിടെ വെച്ചാണ് ഇറ്റാച്ചി ആസമേനോടും കുറാനയോടും ഫൈറ്റ് ചെയ്യുന്നത്. ഓബിയസ്ലി അതൊരു ബാറ്റിലേ അല്ല. ഇറ്റാച്ചി പവർഫുൾ ആയിട്ടുള്ള സൂസനോ അമത്തറാസു ഇതൊന്നും തന്നെ യൂസ് ചെയ്ത് കാണൂല. കക്കാശിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രം സുക്കിയോമി യൂസ് ചെയ്യും. കാരണം ഇറ്റാച്ചി വേണ്ടെന്ന് വിചാരിച്ചാൽ പോലും കക്കാശി അവിടെ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇറ്റാച്ചി സുക്കിയോമി എന്ന ഒരു ഗെഞ്ചുത്സോടെ കാസ്റ്റ് ചെയ്ത് കക്കാശിലൂടെ ഫൈറ്റ് ചെയ്യാതെ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്തത്. അതേ സമയത്ത് ഇറ്റാച്ചിക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറാനായി ഒരു ഗെഞ്ചുത്സു യൂസ് ചെയ്തിട്ടുണ്ടാകും. കുറേ പേരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു സാധാരണ ഗെഞ്ചുത്സു ആണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു പവർഫുൾ ടെക്നിക്കാണ്. ആ ഒരു ഗെഞ്ചുത്സുവിന്റെ പേരാണ് ദ റിവേഴ്സൽ ഓഫ് ഹെവൻ ആൻഡ് ഹെൽ. അപ്പോൾ ഇറ്റാച്ചി അവിടെ ഈ ലെവലിലുള്ള ഗെഞ്ചുത്സു ഒന്നും എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്കാവില്ലെന്ന് പറഞ്ഞ് അത് കുറാനയുടെ അടുത്ത് തന്നെ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് വിടും. അപ്പോൾ ഇറ്റാച്ചിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഗെഞ്ചുത്സു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കെതിരെ തന്നെ തിരിച്ച് കാസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഇറ്റാച്ചിക്കുണ്ട്. അതിനുശേഷം ഇറ്റാച്ചി യാഗുരേൻ്റെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. യാഗുര ഒരു പെർഫെക്റ്റ് ജിഞ്ചുറിക്കിയാണ്. എന്നിട്ട് പോലും ഇറ്റാച്ചി ക്ലീൻ ആയിട്ട് യാഗുരേനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്ര സിക്നസ് ഉള്ള ഇറ്റാച്ചി തന്നെ യാഗുരേനേക്കാളും പവർഫുൾ ആണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. യാഗുറ ഒരു പെർഫെക്റ്റ് ജിഞ്ചുറിക്കി മാത്രമല്ല, തേർഡ് മിസുകാഗയും കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, യാഗുറ ഒരു വാട്ടർ മിററിനെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു മിറർ ഏതൊരു ഫിസിക്കൽ ആൻഡ് ഇൻജുറ്റ്സു അറ്റാക്കിനെയും ഡിഫ്ലക്റ്റ് ചെയ്ത് വിടും. ഏകദേശം യാട്ട മിറർ പോലെയാണ് ഇത് വർക്കാകുന്നത്. ഇതുമാത്രമല്ല, വാട്ടർ മിററിൽ എനിമിയുടെ റിഫ്ലക്ഷൻ അതിൽ കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ തന്നെ ഒരു ക്ലോനെ ക്രിയേറ്റ് ചെയ്ത് വിടും. പിന്നീട് അവരുടെ ക്ലോണിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇതൊക്കെ കൊണ്ട് തന്നെ യാഗുറ ഉള്ളതിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് മിസുകാഗെ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇറ്റാച്ചി യാഗുരേനെ അവിടെ അമത്തറാസു യൂസ് ചെയ്താണ് ഡിഫീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഇറ്റാച്ചി ആദ്യമായിട്ട് അമത്തറാസു കാസ്റ്റ് ചെയ്തിരുന്നത്. ഇറ്റാച്ചി തന്നെ അവിടെ വെച്ച് അത് കണ്ടിട്ട് സർപ്രൈസായി കാണും. ഇറ്റാച്ചിക്ക് അമത്തറാസുവിനെ ആ ഒരു സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂലായിരുന്നു. അഫ്കോഴ്സ് യാഗുരയ്ക്ക് ഇറ്റാച്ചിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു എബിലിറ്റി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഈവൻ ഇറ്റാച്ചിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു എബിലിറ്റി ഉള്ള കാര്യം. അല്ലായിരുന്നെങ്കിൽ യാഗുറ അവിടെ വാട്ടർ മിറർ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു അമത്തറാസു ഡിഫ്ലക്റ്റ് ചെയ്ത് വിട്ടേനെ. അതേപോലെ തന്നെ നറൂട്ടോ യൂണിവേഴ്സിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചാക്ര കൺട്രോൾ അറിയാവുന്ന ഒരു ഷിനോബിയാണ് ഇറ്റാച്ചി. ഈ ഒരു ലെവലിൽ ചാക്ര കൺട്രോൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ബ്രോക്കൻ ഒരു വീക്കസ്റ്റ് ബോഡി ആയിട്ടുണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് അവരുടെ പവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ 100 വയസ്സായിട്ടും സുജിക്കാഗെ ഒണോക്കി ഫൈറ്റ് ചെയ്യാനുള്ള കാരണം ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റാച്ചി ഒരു ഇൽനെസ് ഉണ്ടായിട്ട് പോലും ഇത്ര പവർഫുൾ ആവാനുള്ള കാരണം. ഇറ്റാച്ചിയുടെ ചാക്ര കൺട്രോൾ ഇത്ര ഫൈനായിട്ടുള്ളതുകൊണ്ട് തന്നെ സിംഗിൾ ഹാൻഡിൽ തന്നെ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്ത് ജുറ്റ്സു കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളിന് റെയർ ആയിട്ടുള്ള ഷിനോബീസ് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. മിനാറ്റോ, സാസ്കെ ഇവരൊക്കെയാണ്. ഇത്രയും നല്ലൊരു ചാക്ര കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ഒരു പെർഫെക്റ്റ് സൂസനോ ഇറ്റാച്ചി അവിടെ അവേക്കൻ ചെയ്തിരുന്നത്. സൂസനോ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റാച്ചിയുടെ സൂസനോ വൺ ഓഫ് ദ പവർഫുൾ സൂസനോ ആണ്. ഈ ഒരു സൂസനോനെ കൊണ്ട് 2 ഓവർ പവർഡ് ആയിട്ടുള്ള എബിലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. ടോട്സുക ബ്ലേഡ് ആൻഡ് യാട്ട മിറർ. ഈ ഒരു യാട്ട മിറർ ഫിസിക്കൽ ആൻഡ് ഇൻജുറ്റ്സു അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്ത് ഡിഫ്ലക്റ്റ് ചെയ്ത് വിടും. ഇതുമാത്രമല്ല, ഈവൻ സ്പിരിച്വൽ അറ്റാക്കിനെ പോലും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗെഞ്ചുത്സു, ഈനോ യൂസ് ചെയ്യുന്ന മൈൻഡ് ട്രാൻസ്ഫർ ജുത്സു, മേ ബി സോൾ റീപ്പർ ജുത്സു പോലും ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിലൊരു പ്രോബ്ലം ഉണ്ട്. റീപ്പർ ദച്ചിൽ ജുത്സുവിനെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യാട്ട മിറർ 360 ഡിഗ്രി കവർ ചെയ്യണം. പക്ഷേ യാട്ട മിറർ 180 ഡിഗ്രി മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് കാണും. ഇതുപോലെ തന്നെ മറ്റൊരു പവർഫുൾ എബിലിറ്റിയാണ് ടോട്സുക ബ്ലേഡ്. ഈ ഒരു ബ്ലേഡ് ഏതൊരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്താലും ലാൻഡ് ഓഫ് ഡ്രങ്കൻ ഡ്രീംസിൽ സീൽ ചെയ്ത് വെക്കും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ചക്രയും ആവശ്യം വരില്ല. അപ്പോൾ ഇതുവരെ കണ്ട ഇറ്റാച്ചി എല്ലാം തന്നെ ചാക്ര സിക്നസ് ഉള്ളൊരു ഇറ്റാച്ചിയാണ്. ഉച്ചിയ ക്ലാൻ മാസക്കറിന് ശേഷം ഇറ്റാച്ചിക്ക് വലിയൊരു ക്രോണിക് ഇൽനെസ് വന്നിരുന്നു. ഇതുപോലുള്ള ഒരു ഇൽനെസ് ഉണ്ടായിട്ട് പോലും ഇറ്റാച്ചി ഇത്ര പവർഫുൾ ആണെങ്കിൽ ഇൽനെസ് ഇല്ലാത്ത ഇറ്റാച്ചി വാറാർക്കിലുണ്ടായിരുന്ന എറ്റേണൽ മാങ്കേക്കു ഷെരിങ്കൻ അവേക്കൻ ചെയ്ത സാസ്കേനേക്കാളും ട്വൈസ് എമൗണ്ട് ഓഫ് ചക്ര ഇറ്റാച്ചിക്ക് ഉണ്ടാകും.